MS വേർഡിൽ നോർമൽ രീതിയിൽ നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോൾ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലാണ് പ്രിൻ്റ് കിട്ടുക. അത് കളറാക്കി എടുക്കണമെങ്കിൽ ഒരു അടിപൊളി ട്രിക്ക് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഡോക്യുമെൻ്റ് ഏതാണോ അത് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ ഇൻസെർട്ടിൽ പോവാം. ഇൻസെർട്ടിൽ പോയിട്ട് ഈ ഷേപ്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ ഡോക്യുമെൻ്റ് ഇപ്പോൾ ഏത് ഷേപ്പാണെന്നുള്ളത് നമുക്കിപ്പോൾ ഒരു ഇങ്ങനത്തെ റെക്റ്റാങ്കുലർ ഷേപ്പാണ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ആ ഷേപ്പ് സെലക്ട് ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ കഴ്സർ ഇങ്ങനെ ഒരു പ്ലസ് ചിഹ്നം വരും. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പേജ് എത്രയുണ്ട്, നമുക്ക് എത്ര പേജാണോ കളറിൽ കിട്ടുന്നത് ആ പേജ് താഴേക്ക് ഇതേപോലെ സ്ക്രോൾ ചെയ്തിട്ട് ഫുള്ള് സെലക്ട് ചെയ്യുക. ആദ്യം ഇതേപോലെ ഫുള്ളാക്കി നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതേപോലെ കഴ്സർ വലിച്ചിട്ടിട്ട് ഇപ്പോൾ ഇത് പേജ് ഫുള്ളായിട്ടുണ്ട്. ഈ പേജ് ഫുള്ളായതിന് ശേഷം ഇവിടെ ഫോർമാറ്റിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. ഫോർമാറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കളറാണോ നമ്മൾക്ക് പേജിന് വേണ്ടതെന്നുള്ളത് നമുക്ക് ചോദിക്കും. അപ്പോൾ ഇതിലേത് കളർ നമുക്ക് വേണമെങ്കിലും ഇത് നമുക്ക് ജസ്റ്റ് കഴ്സർ കൊണ്ടുവച്ചാൽ തന്നെ ആ കളറുകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു കളറാണ് വേണ്ടതെങ്കിൽ ഈ ഒരു കളർ സെലക്ട് ചെയ്യാം. വീണ്ടും ഫോർമാറ്റിൽ പോയിട്ട് ഇവിടെ റാപ്പ് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബിഹൈൻഡ് ടെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ച ടെക്സ്റ്റ് ഫ്രണ്ടിലോട്ട് വരും. ഇനി നമ്മൾ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ പ്രിൻ്റർ കളറും കൂടി ആവണം. കളർ പ്രിൻ്റർ ആണെങ്കിൽ നമുക്ക് നമ്മളെടുക്കുന്ന ഡോക്യുമെൻ്റ് കളറായിട്ടാണ് കിട്ടുക. നോർമൽ രീതിയിൽ നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും വരാം. ഇങ്ങനെ ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കളർ പ്രിൻ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യാം. താങ്ക് യു.